എല്ലാവർക്കും നമസ്കാരം. ഇനി എങ്ങനെയാണ് ഞാൻ ബോഗൺവില്ല കട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പഴയ പ്ലാന്റ് ആണ്. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ചട്ടീൻ്റെ അത്ര ഹൈറ്റേ ഞാൻ വെക്കുകയുള്ളൂ കേട്ടോ. എത്ര ചെറുതാക്കി കട്ട് ചെയ്യുന്നോ അത്രയും കുറ്റിയായിട്ടിരുന്ന് പൂവുണ്ടാവും. എളുപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ കട്ട് ചെയ്ത ബാക്കി കൊമ്പുകളൊക്കെ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. ഇന്നലെ കട്ട് ചെയ്ത കൊമ്പുകളാണിത്. ഞാനിതെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതിൽ പേരെഴുതും. ഇത് ബ്രിസ പീച്ചാണ് കേട്ടോ. ആ പേരെഴുതിയിട്ട് എല്ലാ കൊമ്പുകളും ഒരു കവറിൽ തന്നെ നട്ടു വെക്കും. മണലും ഉമിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നടന്നത്. വളമൊന്നും ഇടില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ കവറ് ഈ സാഫിൽ കഴുകിയിട്ട് നന്നായിട്ട് മൂടി വെക്കും. ഇനി കുറച്ച് ഞാൻ ചെയ്തു വച്ചിരിക്കുന്ന പ്ലാന്റ് കാണിച്ചു തരാം. ഇത് അല്ലാണ്ട് വെച്ചതാണ്, അതും പിടിക്കും കേട്ടോ. എന്താ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു വെച്ച കവറുകളാണ്. ഇത് ഫസ്റ്റ് ചെയ്തതാണ്. നമ്മളെ ആദ്യം നാടൻ എന്ന് പറഞ്ഞാൽ നല്ല സൈസാട്ടോ. അതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് അതെല്ലാം വലിയ കവറിൽ വെച്ചു. കറക്റ്റ് ഒരു മാസമായി. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെ കവറ് മാറ്റിയതാണ്. ഇതിന് ആ വേര് വന്നാൽ കാണുന്നത്, ആ വേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി 1-2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അങ്ങനെ എൻ്റെ അടുത്തുള്ള എല്ലാ നല്ല പ്ലാന്റും ഇതെല്ലാം നല്ല പ്ലാന്റുകളാണ്. അതെല്ലാം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന മുളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ ഒരു 50 പ്ലാന്റൊക്കെ നമ്മൾ ഒന്നിൽ വെച്ചാലും 10-20 പിടിക്കുകയുള്ളൂ. നല്ല പ്ലാന്റ് അങ്ങനെയാണ്. എന്താ കുറേ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്ലാന്റും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ വർഷം പുതിയ പ്ലാന്റ് ലാസ്റ്റ് വാങ്ങിയത്. അത് ഇച്ചിരി പെട്ടെന്ന് വളരുന്നുണ്ട്. പുതിയ പ്ലാന്റുകളാണ് ഇത്. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച പ്ലാന്റുകളാണ്. പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്ത പ്ലാന്റ് ആട്ടോ ഇത്. 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ഇനി ഞാൻ അതിൻ്റെ എന്താ പറയുക ഷെഡാണ്, അതിൽ വെച്ചാണ് ഞാൻ ചെടിയൊക്കെ ഉണ്ടാക്കൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല. ഇത് കുറച്ച് ചെടീനെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പ്ലാന്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാനിങ്ങനെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വെക്കുക കേട്ടോ. താഴെ ഇങ്ങനെ നിലത്തൊരു ചട്ടി വെക്കും. പിന്നെ അതിൻ്റെ മുകളിൽ, പിന്നെ ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു 6 ചട്ടി എനിക്ക് മുകളിൽ വെക്കാം. മുകളിൽ മതിലുമാണ്, അപ്പുറത്ത് റോഡാണ്. അപ്പോൾ ഇഷ്ടംപോലെ പ്ലാന്റ് കൊണ്ട് വെക്കാം. കുറ്റിയാക്കി നിർത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിലധികം നല്ല പ്ലാന്റാണ്, തായ്ലാൻഡ് പ്ലാന്റുകളാണ് അധികം ഉള്ളത്. കാരണം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇതാ ഇതിൽ കറുത്ത ചട്ടിയിലുള്ളത് ഫസ്റ്റ് കാണുന്ന മുഴുവനും റൂബി റെഡാണ്. അല്ല, ഇതൊക്കെ നമുക്ക് 3 ആഴ്ചയൊക്കെ ആയതാണ് കേട്ടോ. 3 ആഴ്ച ആയതാണ്. ഇനിയും നമ്മളിത് ചെയ്യാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഒരു മാസം കൂടി കഴിയുമ്പം ഇങ്ങനെ മുളച്ച് വരുന്നില്ലേ, ഇങ്ങനെ ഒത്തിരി വലുതായി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൂമ്പങ്ങ് നുള്ളി കൊടുക്കുക. അങ്ങനെ എല്ലാ ചെടീൻ്റെയും. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് തന്നെ 3-4 മുള വരും. അപ്പോൾ തിക്കായിട്ട് പൂവുണ്ടാവും. വെയിലിൻ്റെ ശക്തി കൊണ്ടാണ് കേട്ടോ എല്ലാം വാടിയിരിക്കുന്നത്. നല്ല ഉഷാറായിട്ടതാ കുറ്റിയായിട്ട് വരുന്നുണ്ട്. ഒരു 3 ആഴ്ച ആയിട്ടുണ്ട് ഇതിന്. ഇനി കുറച്ച് പ്ലാന്റും കൂടി ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല വെയിലാണ്. ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് വെച്ചത്. പക്ഷേ ഇത് ഞാനിനി മഴയൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും വരുന്നു പെയിൻറ്റ് ചെയ്യും. പുല്ലൊക്കെ നല്ലോണം കുറച്ച് വൃത്തിയാക്കിയിട്ടേ വെക്കുള്ളൂ കേട്ടോ. ഇനി കുറച്ച് പ്ലാന്റും കൂടി ഉണ്ട്. അതൊക്കെ വലിയ പ്ലാന്റായി പോയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ രണ്ടാമതും മൂന്നാമതൊക്കെ മുറിക്കാനായിട്ടുണ്ട്. ഞാൻ മുറിച്ചുകൊണ്ടേ ഇരിക്കും പൂ ഇടുന്നത് വരെ. ഏതാണ്ട് ഒക്ടോബർ നവംബർ വരെ മഴയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടെങ്കിൽ മുറിക്കും. ഇത് മഹാറാണി, അടർണ, അങ്ങനെ കുറേ നല്ല നല്ല പ്ലാന്റുകളാണ്. പക്ഷേ വേഗമാണ് ഇവർ വളരുന്നത്. പക്ഷേ ഞാൻ വളമൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഉമിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടി അത്ര മാത്രമേ ഇപ്പോൾ ചെയ്യുള്ളൂ. വളം ഇട്ട് കൊടുക്കുന്ന സമയം ചാണകപ്പൊടിയോ എല്ലുപൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഴക്കാലം മാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുള്ളൂ. കാരണം ഇപ്പം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലുതായി പോകും. ചെടി അങ്ങോട്ട് വലുതാവും, പൂ കുറയും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ശരിക്കും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ രണ്ടാമത് ഇത് കട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളമൊന്നും ഞാൻ കൊടുക്കാറില്ല. വളമൊക്കെ പൂടാനാകുമ്പോഴേക്കേ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. മഴ പോയതിന് ശേഷം വളം ഇടുള്ളൂ. ചാണകം കലിക്കൊക്കെ ഒഴിക്കണം. ഇപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്ത പ്ലാന്റാണിത്. ഓക്കെ.